മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. മഞ്ജു ഒരു അമ്മയാകാൻ പോകുന്ന സന്തോഷ വാർത്ത അറിഞ്ഞ് കണ്ണനും മഹാലക്ഷ്മിയും കുറച്ച് പലഹാരങ്ങളൊക്കെ മേടിച്ച് മഞ്ജുവിനെ കാണാനായിട്ട് വാടക വീട്ടിലേക്ക് ചെല്ലുമ്പോഴാണ് മാർക്ക് ഒപ്പിച്ച ഒരു കള്ളക്കഥയാണെന്ന് മനസ്സിലാക്കുന്നത്. എന്തായാലും മഞ്ജുവിനെ കണ്ട സന്തോഷത്തിൽ വീടൊക്കെ പോയി കണ്ട് പരിചയപ്പെടുന്നതെന്ന് മാത്രമല്ല, മഞ്ജു ഒരുക്കി കൊടുക്കുന്ന ഫുഡൊക്കെ കഴിക്കുന്നുണ്ട് നമ്മുടെ കണ്ണനും മഹാലക്ഷ്മിയും. അതിലൂടെ സാഗറിനും മഞ്ജുവിനും ഒരുപാട് സന്തോഷമാകുന്നു. ഇപ്പോൾ തൻ്റെ കണ്ണേട്ടനും മഹാലക്ഷ്മി യാതൊരു പിണക്കും തങ്ങളോടില്ലെന്നുള്ളൊരു സന്തോഷം. അതേസമയം മഞ്ജു ഒരു അമ്മയാകാൻ പോകുന്ന വിഷമത്തിലാണ് മേഘനാഥൻ. ഇപ്പോഴും മേഘനാഥന് മഞ്ജുവിനെ വിവാഹം കഴിക്കാനാണ് താല്പര്യം. അത് മഞ്ജുവിനോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ല, മഞ്ജുവിന് കിട്ടാൻ പോകുന്ന സ്വത്ത് മോഹിച്ച് തന്നെയാണ്. അപ്പോൾ ഉണ്ണിക്ക് മറ്റൊരു പേടി അലട്ടുന്നുണ്ട്. ഞങ്ങൾക്ക് രണ്ടാൾക്കും ഒരു കുഞ്ഞ് ജനിക്കുവാണെങ്കിൽ ഒരു കുഞ്ഞിന് കണ്ണേട്ടനും മഹാലക്ഷ്മിക്കും കൊടുക്കാമെന്നാണ് വിചാരിച്ചിരുന്നത്. അത് വെറുതെ ഒന്നുമല്ല, കോടിക്കണക്കിനുള്ള സ്വത്ത് മോഹിച്ചിട്ട് തന്നെയാണ്. അവർക്കെന്തായാലും ഒരിക്കലും ഇനിയൊരു കുഞ്ഞിന് അമ്മയും അച്ഛനും ആകാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആ സ്വത്തുക്കളെല്ലാം കൊടുക്കുന്ന കുഞ്ഞിലൂടെ നമുക്ക് തന്നെ വന്നു ചേരുമെന്ന്. ഇപ്പോൾ സാഗറിൻ്റെ കുഞ്ഞിനെയും കാണാൻ മഞ്ജു പ്രസവിക്കുവാണെങ്കിൽ അവർക്ക് ഇനിയും കുഞ്ഞുങ്ങളുണ്ടാകില്ലേ. അപ്പോൾ ഒരു കുഞ്ഞിനെ ഇതുപോലെ മഞ്ജുവും സാഗറും കണ്ണേട്ടനും മഹാലക്ഷ്മിയേട്ടത്തേക്കും കൊടുത്തു കഴിഞ്ഞാൽ തങ്ങൾക്ക് സ്വത്ത് നഷ്ടമാകില്ലേ. അതുകൊണ്ട് ഒരു കാരണവശാലും അങ്ങനെ ഒരു കുഞ്ഞുണ്ടാകാൻ പാടില്ലെന്ന് കരുണയുൾപ്പെടെ ചിന്തിക്കുന്നു. ഒരു കുഞ്ഞ് നഷ്ടമായവളാ ഞാൻ, എങ്കിലും ആ കൊള്ളരാത്ത ഒരുത്തൻ്റെ കുഞ്ഞിനെ അവൾ ജന്മം നൽകാൻ പാടില്ല. എങ്ങനെയെങ്കിലും അമ്മ കൂടെ നിൽക്കണം എന്ന് മേഘനും കരുണയും ഉണ്ണിയും എല്ലാവരും പറയുന്നു പ്രകാരം ദുർഗയും ചില ഉറച്ച തീരുമാനങ്ങൾ എടുക്കുന്നു. ദുർഗയ്ക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നുണ്ട്. മേഘന് മറ്റൊരു പെൺകുട്ടിയിൽ ഒരു കുഞ്ഞ് ജനിച്ചെന്ന് പറഞ്ഞ കാര്യം സത്യമാണ്. ഒന്നിലധികം പെൺകുട്ടികളുമായിട്ട് ബന്ധമുണ്ടെന്നുള്ള കാര്യമൊക്കെ മനസ്സിലാക്കിയെങ്കിലും മരുമകൻ്റെ സ്ഥാനത്ത് മറ്റൊരാളെ കാണാൻ പറ്റാത്ത സിറ്റുവേഷനിൽ വീണ്ടും മഞ്ജുവിനെ സാഗറുമായിട്ട് തെറ്റിപ്പിരിച്ച് മേഘന് തന്നെ വിവാഹം കഴിച്ചു കൊടുക്കാനാണ് ദുർഗ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി മകളെ സ്വാധീനിച്ച് വീട്ടിലേക്ക് ക്ഷണിക്കാൻ പോകുന്നുണ്ട് നമ്മുടെ ദുർഗ. അതേസമയം നമ്മുടെ കണ്ണനും മഹാലക്ഷ്മിയും നേരെ മാർക്കോയെ ലോപ്പസിനെയും കാണുന്നു. അപ്പം എന്തുകൊണ്ടാണ് ഇങ്ങനൊരു കള്ളം പറയാൻ കാരണമെന്ന് മാർക്കോ പറയുന്നു. ഇനിയും മേഘൻ മഞ്ജുവിൻ്റെ പിന്നാലെ നടന്നിട്ട് യാതൊരു കാര്യവുമില്ല. മാത്രമല്ല, എന്തായാലും മേഘൻ ഇപ്പം സഹായത്തിന് ദുർഗാമ്മയെ കാണാൻ പോയിട്ടുണ്ടായിരിക്കും. സ്വന്തം മകളുടെ കുഞ്ഞിനെ നശിപ്പിച്ചിട്ട് അവന് തന്നെ വിവാഹം കഴിച്ചു കൊടുക്കാൻ ദുർഗ മാക്സിമം ശ്രമിക്കുമെന്നും അതിന് വേണ്ടിയിട്ട് അധികം താമസിക്കാതെ മഞ്ജുവിനെ കമലേശ്വരം വീട്ടിലേക്ക് ക്ഷണിക്കുമെന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ കണ്ണനും മഹാലക്ഷ്മിക്കും അത് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇനി ശരിക്കും മഞ്ജു ഒരു കുഞ്ഞിന് അമ്മയാകാൻ പോകുകയാണെങ്കിൽ പോലും ദുർഗ വിളിച്ചാൽ പോകരുതെന്ന് പറയണമെന്ന് മഹാലക്ഷ്മി ആണെങ്കിൽ ഉറച്ച തീരുമാനം എടുക്കുന്നുണ്ട്. അതിനുശേഷം വണ്ടിയിൽ പോകുന്ന സമയത്താണെങ്കിൽ തൻ്റെ ജീവിതത്തിലുണ്ടായ ഓരോ മാറ്റങ്ങളും എണ്ണി എണ്ണി പറയുന്നു. മാത്രമല്ല, അയ്യപ്പൻ്റെ വിഗ്രഹം തൻ്റെ കയ്യിൽ കിട്ടിയെങ്കിലും സൂക്ഷിക്കാൻ പറ്റാത്ത ഖേദമൊക്കെ പ്രകടിപ്പിക്കുന്നു. ആ ദേവി മുത്തശ്ശിയെ പറ്റി വർഷങ്ങൾക്ക് ശേഷം ആ അമ്മയെ കണ്ടിട്ട് പോലും യാതൊരു മാറ്റമില്ല എന്നൊക്കെ പറയുന്നതിനോടൊപ്പം തന്നെ അയ്യപ്പൻ്റെ ക്ഷേത്രത്തിൽ പോയി മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കണമെന്നും എല്ലാം ഭഗവാൻ അറിഞ്ഞു കാണും, എങ്കിലും നേരിട്ടെൻ്റെ മാറ്റം പോയി അറിയിക്കണമെന്നൊക്കെ പറയുന്നത് പ്രകാരം നേരിട്ട് ക്ഷേത്രത്തിലേക്ക് പോകുന്നു. അതേസമയം ദുർഗയാണെങ്കിൽ മേഘനും കരുണയും ഉണ്ണിയൊക്കെ പറയുന്നത് പ്രകാരം നമ്മുടെ മഞ്ജുവിനെ കാണാനായിട്ട് പോകുന്നു. തൻ്റെ മകൾ ഒരു അമ്മയാകാൻ പോകുന്നു എന്നറിഞ്ഞിട്ടും മകളോട് വിരോധം കാണിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ലെന്നും നാളെ തന്നെ സാഗറിനെയും കൂട്ടി കമലേശ്വരം തറവാട്ടിലേക്ക് വരണമെന്നും മോൾക്ക് ഇഷ്ടമുള്ള ആഹാരങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഇനി കണ്ടറിഞ്ഞ് വെച്ച് വിളമ്പി തരേണ്ടത് എൻ്റെ കടമയാണെന്നൊക്കെ പറഞ്ഞ് അവളെ വിശ്വസിപ്പിക്കുന്നു. പക്ഷേ മഞ്ജുവിന് മനസ്സിലറിയാം ഒരിക്കലും എൻ്റെ അമ്മയ്ക്ക് ഇങ്ങനെ മാറാൻ പറ്റില്ലെന്ന്. ക്ഷേത്രത്തിൽ വെച്ച് പോലും തന്നെയും സാഗരേട്ടനെയും കണ്ട അമ്മയും കരുണയും ഞങ്ങളെ ശപിക്കുകയാണ് ചെയ്തത് എന്നൊക്കെ ഓർക്കുന്നു. എങ്കിലും അമ്മയെ ബോധിപ്പിക്കാനായിട്ട് സാഗറും നമ്മുടെ മഞ്ജുവും കമലേശ്വരം വീട്ടിലേക്ക് പോകുന്നു. എന്തായാലും തങ്ങളുടെ വയറ്റിലൊരു കുഞ്ഞ് ജനിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ തങ്ങളുടെ കുഞ്ഞിനെ നശിപ്പിക്കാൻ വന്ന അമ്മയുടെ ഉദ്ദേശമൊന്നും നടക്കില്ല. കണ്ണേട്ടനോടും മഹാലക്ഷ്മിയേട്ടത്തിയോടും കുറച്ച് ദിവസം സന്തോഷമായിട്ട് കഴിഞ്ഞതിന് ശേഷം തിരികെ വരാമെന്ന് തീരുമാനിക്കുന്നുണ്ട് അവരും. കണ്ണനും മഹാലക്ഷ്മിയാണെങ്കിൽ ക്ഷേത്രത്തിൽ പോയി മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുന്നു. അതേസമയം പ്രതാപനെയും കൂട്ടി മുത്തശ്ശിയാണെങ്കിൽ ആ ക്ഷേത്രത്തിലേക്ക് വരുന്നു. അയ്യപ്പൻ്റെ കാരുണ്യമില്ലാതെ കണ്ണനെയും മഹാലക്ഷ്മിയും യാതൊന്നും ചെയ്യാൻ പറ്റില്ലെന്നും ഇനി അടിക്കടി ക്ഷേത്രത്തിലേക്ക് വന്ന് അയ്യപ്പ പ്രീതി നേടിയെടുത്തേ പറ്റൂ എന്നൊക്കെ പറഞ്ഞ് ക്ഷേത്രത്തിലേക്ക് തൊഴുകാൻ വരുന്ന സമയത്ത് കണ്ണനും മഹാലക്ഷ്മിയും ക്ഷേത്രത്തിൽ നിന്ന് തൊഴുത് പുറത്തേക്ക് ഇറങ്ങുന്നു. അപ്പം മുന്നിൽ പ്രതാപനും മുത്തശ്ശിയും വരുന്നത് കണ്ട് കണ്ണനും മഹാലക്ഷ്മിയും ആകെ പേടിച്ച് വിറച്ച് നിൽക്കുന്നു. കള്ളക്കളിയെല്ലാം ഇപ്പോഴേ കണ്ടുപിടിക്കുമോ അവർ
തൻ്റെ മാറ്റം ഒരു കാരണവശാലും ശത്രുക്കൾ അറിയാൻ പാടില്ല എന്ന ഉദ്ദേശം കൊണ്ടാണ് കണ്ണൻ ഇപ്പോഴും വീൽചെയറിൽ സഞ്ചരിക്കുന്നത്. നടക്കാൻ സാധിച്ചു എങ്കിലും ഇപ്പോൾ തന്നെ കള്ളക്കളി കണ്ടുപിടിക്കുമോ എന്നുള്ള പേടിയിൽ നിൽക്കുന്ന കണ്ണനെ മഹാലക്ഷ്മിയും രക്ഷിക്കാനായിട്ട് നമ്മുടെ ദേവി മുത്തശ്ശി തന്നെ അങ്ങോട്ടേക്ക് വരും. പ്രതാപൻ്റെയും മുത്തശ്ശിയുടെയും കണ്ണിൽ പെടാതെ കണ്ണനെയും മഹാലക്ഷ്മിയും നമ്മുടെ ദേവി മുത്തശ്ശിയായിട്ട് തന്നെ മറച്ചു കൊണ്ടുപോകുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട.